ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഗിസേലിന്റെ പുറകെ നടന്ന് ശല്യം ചെയ്ത് ഒടുവിൽ ഗിസേൽ വാ തുറക്കുകയും ചെയ്തു. ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുകയും ചെയ്തു. ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല കിടു പെർഫോമൻസ് ആണ്. നമ്മുടെ അക്ബർ ഖാൻ അദ്ദേഹം പാട്ട് പാടുന്നു, അതിനനുസരിച്ച് ഗിസേലും അതുപോലെ നെവിനും കിടിലം പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്റർടൈനിങ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ബിഗ് ബോസ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇപ്പോഴാണ് ഒരു അത്യാവശ്യം ഒരു എന്റർടൈൻമെന്റ് കിട്ടുന്ന രീതിയിലെങ്കിലും ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടസ്റ്റന്റ് മൂലയ്ക്ക് മാറിയിരിക്കുവാണെങ്കിൽ അവർ ആ മൂലയ്ക്ക് മാറി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ. ഒരു ചെറിയ സമയത്തെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സ്പേസിന് വേണ്ടിയിട്ട് അവരിങ്ങനെ ചൊറിയുന്നത് കൊണ്ട് ഒരാൾ ആക്റ്റീവ് ആവും, അയാൾക്ക് കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടും. പിന്നീട് വീണ്ടും പ്രേക്ഷകർ അയാളെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും കിടിലം പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടായി. നമ്മുടെ അനുമോളും ഗിസയിലും കൂടി ചെറിയൊരു വാക്ക് തർക്കം, അതായത് ഈ ചൂല് കൊണ്ട് അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫ്ലോർ അടിച്ചു വരുന്ന സമയത്ത് അനുമോൾ പറഞ്ഞു ചൂല് കൊണ്ട് അടിച്ചു വാരിയാൽ അത് വൃത്തിയാവില്ല. അപ്പോൾ ഉടനെ തന്നെ ഗിസയിൽ പറയാണ് ശരിയാണ്, ചൂല് കൊണ്ട് അടിച്ചു വാരിയാൽ വൃത്തിയാവില്ല, ഇത് വാക്യൂം ക്ലീനർ കൊണ്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ അത് തരാത്ത പക്ഷം അതിനകത്ത് ഒരു ഗെയിം ഉണ്ടായിരിക്കുമല്ലോ, അത് അവരുടെ സ്ട്രാറ്റജി ആണെന്ന് മനസ്സിലാക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് തൊട്ടടുത്തിരിക്കുന്നവർ എല്ലാവരും കൈയടിക്കുന്നുണ്ട്. ഒരു കണക്കിന് നോക്കിയാൽ കുറച്ച് ഇറിറ്റേറ്റ് ചെയ്ത് ആക്റ്റീവ് ആക്കിയതും നല്ലത് തന്നെയാണ്. എന്തായാലും നോക്കാം, സംസാരിക്കാനുണ്ട്, വരാം.